മഞ്ജു പിള്ളയുടെയും സുജിത് വാസുദേവന്റെയും ദാമ്പത്യത്തെയും വിവാഹമോചനത്തെയും കുറിച്ച് പലപ്പോഴും ചർച്ചയാകാറുണ്ട്. എന്നും തിരക്കുള്ള നടിയായിരുന്നു മഞ്ജു പിള്ള. ഇത്രയും വർഷമായി അഭിനയ രംഗത്ത് തുടരുന്ന മഞ്ജു പിള്ളയെക്കുറിച്ച് മോശമായ കഥകളൊന്നും പ്രചരിച്ചിട്ടില്ല. സീരിയലിൽ അഭിനയിച്ചിരുന്ന കാലത്ത് പ്രണയത്തിലൂടെ നടൻ മുകുന്ദൻ മേനോനെ വിവാഹം കഴിച്ചുവെങ്കിലും ആ ബന്ധത്തിന് അധികനാൾ ആയുസ് ഉണ്ടായിരുന്നില്ല. പിന്നീട് നാളുകൾക്ക് ശേഷമാണ് സുജിത് വാസുദേവ് എന്ന ഛായാഗ്രാഹകനുമായി പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും. 23 വർഷം മാത്രമേ അവരുടെ ദാമ്പത്യം നീണ്ടു നിന്നുള്ളൂ. പിന്നീട് അവർ നല്ല സുഹൃത്തുക്കളായി പിരിയുകയാണുണ്ടായത്. അതിന്റെ കാരണങ്ങളൊക്കെ തികച്ചും അവരുടെ സ്വകാര്യതയാണ്. പരസ്പരം പൊരുത്തപ്പെടാൻ കഴിയാത്തതുകൊണ്ടാണല്ലോ അവർ പിരിഞ്ഞത്. എന്തൊക്കെയായാലും അവർ പിരിയാനുള്ള കാരണം മകളെ ബോധ്യപ്പെടുത്തിയെന്നും മകളുടെ അഭിപ്രായം കൂടി ആരാഞ്ഞ ശേഷമാണ് വിവാഹമോചനം എന്ന തീരുമാനത്തിലേക്ക് ഇവരും എത്തിയതെന്നും മുൻപ് പറഞ്ഞിരുന്നു. പൊരുത്തപ്പെട്ടു പോകാനാകാതെ ഒന്നിച്ച് ജീവിക്കുന്നതിൽ അർത്ഥമില്ലെന്നും രണ്ടുപേർക്കും സന്തോഷം ലഭിക്കുന്നതാണ് നല്ലതെന്നുമാണ് ദയ പറയുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പക്വതയോടെയാണ് ദയ തീരുമാനമെടുത്തതെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. മകൾക്ക് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം മഞ്ജു പിള്ള നൽകിയിട്ടുണ്ടെന്നും പറയുന്നു. രാത്രി പേടിയില്ലാത്ത, സ്വയം നോക്കാൻ അറിയുന്ന ഈ തലമുറയിലെ കുട്ടികളെ പിടിച്ചുവെച്ചിട്ട് കാര്യമില്ലെന്നാണ് മഞ്ജു പിള്ളയുടെ പക്ഷമെന്നും അദ്ദേഹം പറയുന്നു. സത്യം, ധർമ്മം, നീതി, കരുണ, ബഹുമാനം ഇവയൊക്കെ മുറുകെ പിടിച്ചു വേണം മുന്നോട്ട് പോകാനെന്നാണ് മഞ്ജു മകൾക്ക് നൽകിയ ഉപദേശം. ഇതൊക്കെ കൈമുതലായി ഉള്ളതിനാലാണ് മഞ്ജു പിള്ളയ്ക്ക് ഇത്രയും കാലം ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മഞ്ജു പിള്ളയുടെ മകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ താരമായിട്ടുണ്ട്. വീഡിയോകളും റീലുകളും യൂട്യൂബ് വീഡിയോകളും ഒക്കെ സജീവമാണ് ദയ. തന്റെ ആരാധകർക്ക് കമന്റുകളിൽ റിപ്ലൈകളും കൊടുക്കാറുണ്ട് ദിയ. തനിക്ക് മെസ്സേജ് വരുന്നതിനെല്ലാം ചുട്ട മറുപടിയാണെങ്കിലും അത് ഏത് സർക്കാസ്റ്റിക് ആയിട്ടാണെങ്കിൽ അങ്ങനെ, കലിപ്പ് മോഡലാണെങ്കിൽ അങ്ങനെ അങ്ങനെ എന്തും കൊടുക്കാൻ റെഡിയായ ഒരു പെൺകുട്ടിയാണ് ദയ സുജിത്ത. മഞ്ജു പിള്ളയുടെയും സുജിത്തിന്റെയും ഒരു മിക്സ് സ്വഭാവമാണ് ദയയ്ക്ക് കിട്ടിയതെന്ന് പലരും പറയാറുണ്ട്. നടി മഞ്ജു പിള്ളയുടെ മകൾ ദയ സുജിത്തിന്റെ വസ്ത്രധാരണത്തെ വ്ലോഗർ ഷെഫീന ബീവി വിമർശിച്ചത് വലിയ ചർച്ചയായി മാറുകയാണ്. ദയയുടെ മോഡേൺ ലുക്കിനെതിരെ മോശം പരാമർശം നടത്തിയ ഷെഫീന ഇത് സ്ത്രീത്വത്തിന് അപമാനമാണെന്നും അഭിപ്രായപ്പെട്ടിരുന്നു. സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായി മാറിയ താരപുത്രിയാണ് മഞ്ജു പിള്ളയുടെ മകൾ ദയ സുജിത്ത്. മോഡൽ കൂടിയായ ദയ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി ആരാധകരെയും സ്വന്തമാക്കി. സൂപ്പർ മോഡലുകളെ പോലെ ഗ്ലാമറസ് ആൻഡ് മോഡേൺ ലുക്കിലെത്തുന്ന ദയയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ബ്ലോഗറായ ഷെഫീന ബീവി രംഗത്തെത്തിയിരുന്നു. നെപ്പോ കിഡ് കാണിക്കുന്ന പോക്രത്തരം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഷെഫീനയുടെ വിമർശനം. ദയയുടെ ഏറ്റവും പുതിയ ട്രാൻസിഷൻ റീലായിരുന്നു ഷെഫീനയുടെ വിമർശനത്തിന് ആധാരം. ഒറ്റ മകളല്ലേ ഉള്ളൂ എന്നും അവൾക്ക് മര്യാദ പറഞ്ഞു കൊടുത്തുകൂടെ എന്നും ഷെഫീന മഞ്ജു പിള്ളയോടായി ചോദിച്ചിരുന്നു. മകളെ കയറൂരി വിട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ച ഷെഫീന ഇപ്പോഴത്തെ പിള്ളേരുടെ വിചാരം തുണി പറിച്ചു കളയുന്നതാണ് സ്വാതന്ത്ര്യം എന്നാണെന്നും പറഞ്ഞിരുന്നു. ഈ കാണിക്കുന്നതാണോ ഫെമിനിസം? ഇതാണോ സ്വാതന്ത്ര്യം? മഞ്ജു പിള്ള മകളുടെ പ്രവർത്തികൾ കാണുന്നില്ലേ? ഇതൊന്നും ഫാഷൻ അല്ല, മോഡേണിസം തലയിൽ കയറിയതായാണ് തോന്നിയത്. സ്ത്രീകളെ അപമാനിക്കുന്നത് പോലെയാണ് ദയയുടെ വസ്ത്രധാരണം കണ്ടപ്പോൾ തോന്നിയതെന്നും ജനറേഷൻ ഗ്യാപ്പ് ആണെന്ന് പറഞ്ഞ് ആരും വരരുതെന്നും ഷെഫീന പറഞ്ഞിരുന്നു. ഇങ്ങനെ കോലം കെട്ടുന്നതിന് പബ്ലിക് ന്യൂസൻസിന് കേസെടുക്കണമെന്നും ഷെഫീന പറഞ്ഞു. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് ഷെഫീന ബീവിക്ക് എതിരെ രംഗത്തെത്തിയത്. ഈ സ്ത്രീ ഒരു പൊതുശല്യമാണ്, എത്ര സ്ത്രീകളെയാണ് ഇവർ മെന്റലി ഹറാസ് ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞുള്ള കമന്റുകളും ധാരാളമായി വന്നു. അവൾ എന്തിടണമെന്നുള്ളത് അവളുടെ തീരുമാനമാണെന്നും പറഞ്ഞത് ദയയെ പിന്തുണച്ചുകൊണ്ട് നിരവധി കണ്ടന്റ് ക്രിയേറ്റേഴ്സും വീഡിയോകൾ ചെയ്തിരുന്നു. ഷെഫീനയുടെ വീഡിയോയ്ക്ക് താഴെയും നിരവധി വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ വിവാദ പോസ്റ്റ് അവർ ഡിലീറ്റും ചെയ്തിരുന്നു. ഒരു ചാർട്ട് ഉണ്ടാക്കാതെ നിന്റെ തോന്നിയ ദിവസം ജീവിക്കുന്നത് എന്നിട്ട് പോലും ഞാൻ കേട്ടില്ല. പക്ഷേ എപ്പോഴോ എനിക്ക് മനസ്സിൽ തോന്നി, എൻ്റെ കണ്ണാടിയിൽ നോക്കുമ്പോഴോ എപ്പോഴോ എൻ്റെ മനസ്സിൽ തോന്നി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, പിടിക്കണം തോന്നിയിട്ടാണ് ഞാൻ എൻ്റെ വണ്ണം കുറച്ചത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ ഐ വാസ് 90. അപ്പൊ ഇപ്പൊ ചേച്ചി എത്ര കുറഞ്ഞു? ഞാൻ ഇപ്പോ പല ഘട്ടമായിട്ടാണ് കുറഞ്ഞത്. 90 ഞാനിപ്പോ ഒരു 64 അതിലോട്ടൊക്കെ ഞാൻ എത്തി. അപ്പൊ അതാ പറഞ്ഞത്, നമുക്ക് തോന്നണം. ഇതെല്ലാം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലാണ്. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ചിരിക്കാം, നമുക്ക് കരയുകയും ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഒരു റെമഡി എന്ന് പറയുന്നത് സ്വയം ചിന്തിക്കുക, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത്, സ്വയം മനസ്സിലാക്കുക ഞാൻ എന്താണെന്നുള്ളത്. ആൾക്കാർ ഉപദേശിക്കാനുണ്ടാവും, ആൾക്കാർ വേറെ വഴി പറഞ്ഞിട്ടുണ്ടാവും. കുറച്ച് മെച്ചോടെ കുട്ടികളെ നമുക്ക് നേർവഴി കൂടെ കൊണ്ടുപോകാം, കാരണം അവർക്ക് വളർച്ച വരുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ
കുറച്ച് മെച്യൂർഡ് ആയ ആൾക്കാർക്ക് അറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. തെറ്റും ശരി നമുക്ക് തിരിച്ചറിയാനുള്ള പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് ചിന്തിച്ചൂടെ? അതെ, അത്ര എനിക്ക് പറയാനുള്ളൂ. ചില ആൾക്കാർ ഉൾവലിഞ്ഞ സ്വഭാവം, പലരും പല സ്വഭാവമല്ലേ. പിന്നെ നമുക്കൊരു സപ്പോർട്ട് പോലെ, ഒരു ഹെൽപ്പ് പോലെ കൊടുക്കാൻ പറ്റുമെന്നുള്ളതേ ഉള്ളൂ, ഒരു താങ്ങ് കൊടുക്കാം. ഓക്കെ. ഇപ്പൊ ചേച്ചിയുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ പറഞ്ഞാണ്, ചേച്ചി ഒരു എക്സാമ്പിൾ ഇട്ട് പറഞ്ഞത്. ചേച്ചിയുടെ വണ്ണം ചേച്ചി കുറച്ചത് ചേച്ചി മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എത്ര ഹാർഡ് ടൈംസ് ഉണ്ടെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് ചിരിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ചിരിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? ശരി, ഇനി നമുക്ക് ചേച്ചി ഒരു ഇവിടെ പിക്കോക്കാർ നമ്മളിവിടെ ഗസ്റ്റുകൾ വന്ന അപ്പം നമുക്ക് പിക്കോയിന്നൊരു ചായ കൊണ്ടുതരും. ആ ചായ ഒന്ന് കുടിച്ചുകൊണ്ട് നമുക്ക് ചേച്ചിയുടെ ഒരു പ്രൊഫൈൽ വീഡിയോ നമ്മളിവിടെ. പെൺകുട്ടി ഇഷ്ടമായി, ഇനി വീട്ടുകാർ വരും. ഓക്കെ, അമ്മാവനും അച്ഛനും കൊച്ചച്ഛനും ഒക്കെ വരും കേട്ടോ. അപ്പൊ ഞാൻ ചെക്കൻ വരൂലേ? ചെക്കൻ വരും. അവര് വന്ന് സിസ്റ്റം അങ്ങനെയാണല്ലോ, അവര് വന്ന് ഇഷ്ടപ്പെട്ടിട്ട് പെൺകുട്ടി അത് കേട്ടതോടെ നാണം കുട്ടി ഓടിപ്പോയി ബ്ലഷ് ചെയ്തവളങ്ങ്. ഓക്കെ, നമ്മൾ ചേച്ചിയുടെ ഒരു പ്രൊഫൈൽ വീഡിയോ റെഡി ആക്കിയിട്ടുണ്ട്. ചായ കുടിച്ചോണ്ട് നമുക്ക് ആ പ്രൊഫൈൽ വീഡിയോ ഒന്ന് കാണാം. ഉറപ്പായിട്ടും. ആഹാ, മലയാള സിനിമയിലും ടെലിവിഷനിലും സമാനതകളില്ലാത്ത അഭിനയ മികവ്. ഒട്ടും നാടകീയത കലരാതെ പ്രേക്ഷകരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും റിയലിസ്റ്റിക് വേഷപകർച്ചയുടെ മറ്റേതെല്ലാം തലങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു അഭിനേത്രിയുടെ കാണാൻ കൗതുകമുള്ള ആഖ്യാനങ്ങൾ. എന്റെ സ്വഭാവത്തിലെ മാറ്റം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇപ്പൊ മനസ്സിലായ? നമ്മുടെയോ നമുക്ക് ചുറ്റുമുള്ളവരുടെയോ ജീവിതത്തിൽ എപ്പോഴും സംഭവിച്ചേക്കാവുന്ന മട്ടിൽ ജീവിതത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന കഥാപാത്രങ്ങൾ. വ്യത്യസ്തവും വെല്ലുവിളികൾ നിറഞ്ഞതുമായ കഥാപാത്രങ്ങളെ അനായാസം അഭിനയിച്ചു ഫലിപ്പിക്കാൻ സാധിക്കുന്ന അത്യപൂർവത. ശരിയാ, നാറാവിള ചേട്ടൻ ഒരു സ്നേഹമുള്ളവനാ. അടൂർ ഗോപാലകൃഷ്ണനെ പോലൊരു സംവിധായകന് ഈ അഭിനയ പ്രതിഭ സ്വീകാര്യയാകാനും കാരണം മറ്റൊന്നല്ല, അതിഭാവുകത്വത്തെ സ്വയം എഡിറ്റ് ചെയ്യുന്ന അഭിനയ ശൈലിയിൽ ഒന്നിലധികം തവണ സംസ്ഥാന പുരസ്കാരങ്ങൾ, ഒരിടത്ത് പ്രേക്ഷകരെ ഇളക്കിമറിക്കുന്ന പൊട്ടിച്ചിരി, ഉടനെ നൊമ്പര കണ്ണീരാകുന്ന വിസ്മയം തീർത്ത വേറിട്ട കഥാപാത്രങ്ങൾ. ലാളിത്യം, സരളത, സുതാര്യത തുടങ്ങിയ സഹജ ഗുണങ്ങളെല്ലാം കൈമുതലാക്കിയ ഈ നടന സൗന്ദര്യം ഹോമിലെ കുട്ടിയമ്മയായും തട്ടിയുമുട്ടിയിലെ മോഹനവല്ലിയായും ഇപ്പോൾ പ്രേക്ഷകരെ തുടരെ ചിരിപ്പിച്ച് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലെ വിധികർത്താവായും നമുക്ക് മുൻപിലെത്തുന്നു. സാധാരണ ജീവിതത്തിന്റെ സൂക്ഷ്മഭാവങ്ങൾ സ്വാഭാവികമായി പകർന്നെടുത്ത അസാധാരണ പാടവം മഞ്ജു പിള്ള. എനിക്ക് വളരെ നന്ദിയുള്ളൊരു കാര്യം എന്താണെന്നറിയോ, ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. എന്താ ചേച്ചി? എന്റെ വിക്കിപീഡിയ തുറന്നു കഴിഞ്ഞാൽ വിക്കിപീഡിയയിൽ എന്റെ ഡേറ്റ് ഓഫ് ഇയർ തെറ്റാണ്, ഡേറ്റ് ഓഫ് ബർത്തും തെറ്റാന്ന് തോന്നുന്നു. അതിന്റെ കൂട്ടത്തിൽ തുടക്കത്തിലുണ്ടല്ലോ എന്നോ ഉള്ളൊരു ഫോട്ടോടാ ഇത്രയുണ്ട്, ഞാൻ ഇരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടിരിക്കുന്നത്. അപ്പൊ മിക്കവാറും എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാർഡ് വെക്കേണ്ടി വല്ലേ. ഞാൻ ആദ്യം ശ്രദ്ധിച്ച ആ കാർഡാ. എനിക്ക് നന്ദിയുണ്ട് നിങ്ങളോട്, കാരണം ആ ഫോട്ടോടാ ആദ്യം നമുക്ക് എന്ത് വൃത്തികെട്ട ഫോട്ടോ എന്നറിയാമോ, ഞാൻ എപ്പോ എടുത്ത് കാണിച്ചു തരാം. ഒരു മിനിറ്റ്, എനിക്ക് ഇനി എടുക്കുന്നവരോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഒരു മിനിറ്റ് ഞാൻ ഫോട്ടോ ദയവ് ചെയ്ത് അത് റിമൂവ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് ആക്ച്വലി പറ്റുന്നില്ല. അപ്പൊ ദയവ് ചെയ്ത് എന്റെ ഈ ഫോട്ടോ നിങ്ങൾ ഇനിയുള്ള ഒന്നിലും അത് ഇടരുത്. എനിക്ക് ഏതെങ്കിലും ഒരു ഇത് കിട്ടാൻ നോക്കി. അല്ല, വിക്കിപീഡിയയുടെ കവർ പോലും അതാണ്. അപ്പൊ നമുക്കതൊന്നും ചെയ്യാനും പറ്റില്ല, അതാണ് അതിന്റെ ഇതല്ലേ. ഇത്രയും നല്ല ഫോട്ടോ കിടന്നിട്ടേടാ, ഉള്ളതിൽ ഏറ്റവും ഇത് നോക്കിട്ട് ഏതേച്ചി കാണട്ടെ. കണ്ടു. എന്തൊരു വൃത്തികെട്ട ഫോട്ടോ ഇത്. കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇടാൻ തോന്നുന്നു സുഹൃത്തുക്കളെ? ഇതിനെക്കാട്ടിലും എത്രയോ ഭംഗിയുള്ള ഫോട്ടോസ് ഇതിനകത്ത് കിടക്കുന്നു. സത്യം കേട്ടോ. അതാ കണ്ടോ ഞാൻ തന്നെ ഈ വിക്കിപീഡിയയിൽ ഒട്ടും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു ഫോട്ടോ നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ അത് തന്നെ ആക്ച്വലി. അപ്പൊ ഇനി ദയവ് ചെയ്ത് സുഹൃത്തുക്കളെ ആ ഫോട്ടോ ഇടരുത്, ദൈവം. എന്റെ മനസ്സിലാണ്ട് വേദനിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നെ എന്തൊക്കെ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞിട്ടും ഈ ഫോട്ടോ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ വിഷമമാവാം. അതുകൊണ്ട് അത് കാണിക്കാതിരിക്കാൻ. ഓക്കെ, ബാക്കി നമ്മുടെ പ്രൊഫൈൽ വീഡിയോയിലെ ചേച്ചിയുടെ കുറെ സിനിമയിലേതും എല്ലാം സീരിയലിലേതും ഒക്കെ ഓരോരോ ക്ലിപ്പിംഗ്സ് മാറിയിട്ടൊക്കെയാണ് നമ്മൾ ഇട്ടത്. അതെല്ലാം കണ്ടപ്പോൾ വന്ന ഓർമ്മകളും കാര്യങ്ങളും അതെല്ലാം ഒന്ന് ഷെയർ ചെയ്യുവേ. തട്ടിമുട്ടിയും ഓഫ് കോഴ്സ്
എനിക്ക് ഓർമ്മ ലളിതാമ്മയാണ്. ആക്ച്വലി ആ കോൺസെപ്റ്റ് കേട്ടപ്പോൾ തന്നെ ഒരുപാട് അതിനു മുമ്പ് ഞാൻ ഇന്ദുമുഖി ചന്ദ്രമതി എന്ന് പറഞ്ഞിട്ട് ഞാനും മല്ലിക ചേച്ചിയും കൂടെ ചെയ്തിരുന്നു. അപ്പൊ അതേ കോൺസെപ്റ്റ് തന്നെയാണ്, അമ്മയമ്മയും മരുമോളുടെയും പ്രശ്നങ്ങൾ തന്നെയാണ് വരുന്നത്. പക്ഷെ എന്നെ ആകർഷിച്ച ഒരു ഘടകം ലളിതാമ്മയാണ് അമ്മായിയമ്മയായിട്ടെന്ന് പറഞ്ഞപ്പോഴാണ് അത് ഭയങ്കരമായിട്ട് എന്നെ ആകർഷിച്ച ഒരു ഘടകം. കട്ടയ്ക്ക് അത് മാത്രമല്ല, എനിക്ക് ലളിതാമ്മ എന്ന് പറഞ്ഞ ആക്ട്രസ് എന്റെ ജീവനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ട്രസ്. ആസ് ആൻ ആക്ട്രസ് KPC ലളിത ഭയങ്കരമാണ്, ഭീകരമാണെന്ന് തന്നെ പറയാം. നമ്മള് നല്ലതിനെ ഭയങ്കരം എന്ന് പറയാറില്ല, പക്ഷെ ഇത് ഭീകരമാണ്.